ഓക്കെ. അപ്പൊ നമ്മുടെ വർത്താനാണ് ഉം. ഒരാൾക്ക് കേൾക്കേണ്ട ആവശ്യമുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ ഇപ്പൊ പണ്ടൊക്കെ ഞാൻ പോഡ്കാസ്റ്റ് എങ്ങനെ ഇപ്പോഴും അതെ. ഉം. ഈവൻ സി ദ പ്രോബ്ലം ഈസ് ഇപ്പോഴത്തെ മോസ്റ്റ് ഓഫ് ദ പോഡ്കാസ്റ്റ് ഉം. യൂട്യൂബിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതെ അതെ അപ്പൊ അതെ. എനിക്ക് യൂട്യൂബ് പ്രീമിയം ഇല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, സ്ക്രീൻ ഓൺ ചെയ്ത് വെച്ചിട്ട് അതെന്താ അവിടെ യൂട്യൂബ് പ്രീമിയം ഇല്ലാത്ത? ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും നല്ല 195 റുപ്പീസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് പ്രീമിയം ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പാർട്ട് ഫ്രം ഹെൽത്ത് വോട്ടെവർ. ഓക്കെ, അല്ല അല്ല, ഞാൻ അതില് സോഫ്റ്റ്വെയർ. അതില് ആർഗ്യുമെന്റ് ഒന്നും ഇല്ല. ആ അതിൽ ആർഗ്യുമെന്റ് ഒന്നും ഇല്ല. ഞാൻ എന്താ പറഞ്ഞു വെച്ചാല്, ആ. ഇപ്പൊ പറഞ്ഞ മാതിരി എത്രത്തോളം തള്ളാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ തള്ളി നോക്കുകയാണ്. ഉം. ഓക്കെ. അല്ല, അതായത് അപ്പൊ ഇപ്പൊ ഒരു ആഡ് വരില്ലേ? രക്ഷയില്ലെങ്കിൽ ആഡ്സ് വരില്ലേ? കുഴപ്പമൊന്നുമില്ല. ആ ഓക്കെ. അപ്പൊ ഞാൻ എന്താ പറയണ വെച്ചാല്, ആ. ഒന്നാമത് എൻ്റെ യൂട്യൂബ് മ്യൂസിക് സബ്സ്ക്രിപ്ഷൻ കിടക്കുന്നത് ഇന്ത്യയിലാണ്. ഉം. ഓക്കെ. പക്ഷെ ഞാൻ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടുത്തെ കാശാണ് വരണത്. ഓക്കെ. ഇനിയിപ്പോൾ എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ, പണ്ടാരം ഉം. ഇനിയിപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അവരിനിപ്പോൾ എൻ്റെ ലൊക്കേഷനൊക്കെ പിടിച്ച് മറ്റേതും ഇങ്ങോട്ടാക്കിയാലോ എന്ന് ഇങ്ങോട്ട്. എനിക്കൊരു ഒരു പേടി. ഓക്കെ. അതെ, അത് അപ്പം പിന്നെ ഞാൻ അത് എന്ത് പിടി. ചെയ്തു, ആ അപ്പൊ പിന്നെ ഞാൻ അതിന് തൊടുന്നില്ല. അതിങ്ങനെ ഉം. പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, റീചാർജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ തൊടുന്നില്ല ഞാൻ. ഓക്കെ. എനിവേ ഞാനിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആ വീഡിയോ ഞാൻ കുറെ കാലം ഞാൻ ആലോചിച്ച് എന്താ ചെയ്യേണ്ടത് ഉം. എന്നൊക്കെ ഉം. ആലോചിച്ചിട്ട് ഉം. ഞാൻ ഒരു ദിവസം രണ്ടും കൽപ്പിച്ചിട്ട് സ്ക്രീൻ ഓൺ ചെയ്തിട്ട് എൻ്റെ ജീൻസിന്റെ പോക്കറ്റിലേക്ക് കുത്തി കയറ്റിയപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് പ്രീമിയം ആണെങ്കിലാണ് യൂട്യൂബ് നമ്മൾ സ്ക്രീൻ ക്ലോസ് സ്ക്രീൻ ചെയ്താലും ക്ലോസ് ചെയ്ത് വർക്കാവുള്ളൂ. വർക്ക് ആവുള്ളൂ. അതെ 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 അതെ. ആ. ആ, യെസ്. എൻ്റെ യൂട്യൂബ് പ്രീമിയം അല്ല. അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, സ്ക്രീൻ ഓൺ ചെയ്ത് വെച്ചിട്ട് നിൽക്കണം നിൽക്കണം. ഇത് അതെ. കേൾക്കാൻ. ആ. അപ്പൊ ഞാൻ നടക്കാൻ പോകുമ്പോൾ എനിക്കിപ്പോ പോഡ്കാസ്റ്റ് കേൾക്കണേ, പണ്ട് എന്തായിരുന്നു, മറ്റേ ഗൂഗിൾ പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, ഉം. അത് വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്യും. ഇപ്പൊ എന്താ വെച്ചാൽ അവർ ഗൂഗിൾ പോഡ്കാസ്റ്റ് നിർത്തിയിട്ട് ഇപ്പൊ ഗൂഗിൾ മ്യൂസിക്കിലാണ് പോഡ്കാസ്റ്റ് വരിക. പോഡ്കാസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ആ പബ്ലിഷിങ്ങിൽ ഒരു ഓപ്ഷനും ഉണ്ട്. ഇത് പോഡ്കാസ്റ്റ് ടൈപ്പ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ട് ഉം. വോയിസ് ഫീഡ് ഗൂഗിൾ മ്യൂസിക്കിലേക്കും നമ്മൾ ഷെയർ ചെയ്യണം. അത് ഓക്കെ. എല്ലാ പോഡ്കാസ്റ്റും ചെയ്യില്ല. ഉം. അപ്പൊ നമുക്ക് ചില പോഡ്കാസ്റ്റുകൾ മെയിൻ യൂട്യൂബിൽ മാത്രമേ കിട്ടുള്ളൂ. ഉം. യൂട്യൂബ് മ്യൂസിക്കിൽ എല്ലാ പോഡ്കാസ്റ്റും വരില്ല. ചിലത് ഓക്കെ. വരും, ചില എപ്പിസോഡ് വരില്ല. കാരണം അവർ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ. അങ്ങനെയൊക്കെ പല ഉം. പല ഇഷ്ടം. അപ്പൊ എന്ത് ചെയ്ത് യൂട്യൂബിൽ തന്നെ കേൾക്കുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ചിട്ട് സ്ക്രീൻ ഓൺ ചെയ്തിട്ട് ജീൻസിന്റെ പോക്കറ്റിലേക്ക് കുത്തി ടോയ്ലറ്റ്. കയറ്റിയപ്പോ ആ. അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതായത് സ്ക്രീൻ സ്ക്രീൻ ലോക്ക് ചെയ്തില്ല. ജസ്റ്റ് അതുപോലെ ഒന്നും നാച്ചുറലി ചെയ്യില്ല, നമ്മളൊന്നും ചെയ്യാൻ തൊടില്ല. പാടില്ല. ഒന്നും ചെയ്യാൻ പാടില്ല. തന്നെ കുത്തി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓ. ഓക്കെ. ഓക്കെ. ആ അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിങ്ങനെ വർക്ക്. ചിലപ്പോഴൊക്കെ ഞാൻ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോഴത്തെ കൈയ്യേറ്റം കൊണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഉം. പക്ഷെ ഇറ്റ് ഈസ് ഗോയിങ്, സോ ഐ ഡോണ്ട് മൈൻഡ്. ഓക്കെ. ഉം. പക്ഷെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒരു രക്ഷയിലെ അവന്മാര് പിഴിഞ്ഞേ അടങ്ങൂ എന്നുള്ള ലെവലാകുമ്പോൾ കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ. ഉം. ഓക്കെ. എത്രത്തോളം നമ്മൾ വെറുതെ സുന്ദർപ്പിച്ചതിനെ ഇങ്ങനെ പണക്കാരനാക്കണ്ടല്ലോ. വേണ്ട 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 വേണ്ട. ഓക്കെ. അപ്പോ അതാണ്. അപ്പൊ ഞാൻ എന്താ പറയാൻ ആ. വന്നത് വെച്ചാല്, അപ്പൊ ആക്ച്വലി നമ്മളിപ്പോ ഒരാഴ്ച നമ്മുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഫുൾ ഡ്യൂറേഷൻ സമയം നമ്മുടെ മുഖം കാണണമെന്നില്ല ആക്ച്വലി കാണുന്നില്ല കാണുന്നില്ല. ആൾക്കാർ. ഓക്കെ. ഓക്കെ. അവർക്ക് നമ്മൾ പറയണ കേട്ടാൽ മതി. അപ്പം നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബ് മ്യൂസിക്കിലേക്കും കൂടി നമ്മുടെ പബ്ലിഷ് ചെയ്യണം. പിന്നെ അപ്പോഴാണ് ആ ഫുൾ വോയിസ് പോഡ്കാസ്റ്റുമായിട്ട് ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ പോഡ്കാസ്റ്റ് കേൾക്കുന്നവരെല്ലാവരും ഒരു ആക്റ്റീവ് ലിസണേഴ്സ് ഒന്നും അല്ലാന്ന് തോന്നുന്നു. അവരത് സൈഡിലങ്ങ് വെക്കും. സ്ക്രീനിലേക്കൊന്നും അങ്ങനെ നോക്കാറില്ല. ഞാൻ ഈ അതെ. പോഡ്കാസ്റ്റുകളിൽ തന്നെ ഞാൻ ഒന്നുകിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ കേൾക്കും. ആവശ്യമില്ല. അതെ. ഡ്രൈവ് ചെയ്യും. ഞാൻ ആക്ച്വലി പോഡ്കാസ്റ്റ് കേൾക്കാൻ തുടങ്ങിയത് ഡ്രൈവിംഗ്. കാരണം റേഡിയോ ചാനൽസ് ഒക്കെ മഹാ ബോറായി തുടങ്ങി. അതായത് ഉം. ആഡ്സേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറൊന്നുമില്ല. അങ്ങനെയാണ് റേഡിയോ ചാനൽസ് ഉണ്ടായിരുന്നത്. പിന്നെയാണ് ഞാൻ ഈ നമ്മുടെ ദ സീൻ ആൻഡ് ദ അൺസീൻ എന്ന് ഉം. പറഞ്ഞിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ്, നമ്മുടെ എന്താ അമിത് വർമ്മന്റെ ഒരു അമിത് വർമ്മ. ആ. സൂപ്പർ. ആ പിന്നെ. ആ മൂപ്പരുടെ പോഡ്കാസ്റ്റ് ഞാൻ ഡിസ്കവർ, ആരോ പറഞ്ഞു ഇത് സംഭവം അടിപൊളിയാണ് അങ്ങനെ എന്തോ പറഞ്ഞ് ഞാനത് കേൾക്കാൻ തുടങ്ങിയത് ഉം. ബാംഗ്ലൂരിൽ തന്നെ കാരണം ഞാൻ ഡ്രൈവ് ചെയ്യണ 2 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം വീട്ടിൽ നിന്ന് ഓഫീസിലെത്താൻ. വൺ ഈ വൺ 2 മണിക്കൂറിൽ വൺ സൈഡോ? വൺ സൈഡ്. ഓ മൈ. അതായത് ദൂരം ഉണ്ടായിട്ടൊന്നല്ല. അതായത് ഒരു ആ. ഞായറാഴ്ച ഡ്രൈവ് ചെയ്യുക വെച്ചാൽ 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ഉം. ഓഫീസ് 2 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് സാധാരണ ദിവസം എത്തുക. അപ്പോൾ നമ്മൾ ഒരു ഒന്നോ രണ്ടോ എപ്പിസോഡ്
കവർ ചെയ്യും. പിന്നെ മൂപ്പരുടെ എപ്പിസോഡ്സ് ഒക്കെ 3 മണിക്കൂറൊക്കെ ആയി. ഉം. പക്ഷെ ആദ്യമൊക്കെ മൂപ്പരുടെ അരമണിക്കൂറും 3/4 മണിക്കൂറും കൂടിപ്പോയ 3/4 മണിക്കൂറൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ 1 2 എപ്പിസോഡ് നമ്മൾ കവർ ചെയ്യും വീട്ടിലെത്തുമ്പോഴേക്കും. ഉം. ആക്ച്വലി സ്പീക്കിംഗ് മൂപ്പരുടെ പോഡ്കാസ്റ്റുകളാണ് നമ്മളെ എന്നെ മീൻസ് എന്താ പറയുക, നിങ്ങൾ എന്നെ കംപ്ലീറ്റ്. കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ അല്ലേ? അതെ 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 പോഡ്കാസ്റ്റ് അതെ ലിസണർ ആക്കി. അതെ. ഈ ട്രാഫിക്കിന്റെ കമ്മ്യൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ നാട്ടിലേക്ക് മൂവ് ചെയ്യാനും TCS വിടാനും ഒക്കെ കാരണം ഈ ഇത് തന്നെ ട്രാഫിക് തന്നെയായിരുന്നു പ്രശ്നം. ഞാൻ ബൈക്കില്ല, ഞാൻ ഉം, കാറിലായിരുന്നു, ഞാൻ ബൈക്ക് എടുക്കുമായിരുന്നു. കുത്തിക്കയറ്റി പോവാലോ. ഉം, ചെന്നൈയിലെ ട്രാഫിക്കും ഇത് ഉം, തന്നെ. 45 to ഉം, 1 hour എടുക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇരുന്ന് ചിന്തിച്ചു തുടങ്ങിയത്, എന്തിനാ എൻ്റെ 1.5 മണിക്കൂർ 2 മണിക്കൂർ വേസ്റ്റ് ആക്കണം? ആർ ദർ ഉം, എനി അതർ ബെറ്റർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഉം. ആ. എന്തുകൊണ്ട് നാട്ടിൽ പോയിക്കൂടാ എന്നുള്ളൊരു ചിന്ത വന്നതും. ഈ നമ്മള് പറയൂ. ആ. ട്രാഫിക് ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. ഉം, ട്രാഫിക് ടൈമിനേക്കാൾ കൂടുതൽ നമ്മുടെ എനർജി സാപ്പ് ഡ്രെയിൻ ഔട്ട് ആവുമല്ലേ ആ ഒരു കമ്മ്യൂട്ടിൽ തന്നെ. ഉം. അതാണ് നമ്മള് വർക്ക് ഫ്രം ഹോമിൽ ഒരു ഒരു വലിയ അഡ്വാൻറ്റേജ് അതാണ്. അതെ, നമ്മള് എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അതായത് വലിയ അഡ്വാൻറ്റേജ്. പക്ഷെ അതിൽ കൂടുതൽ ഉം, ഡിസഡ്വാൻറ്റേജ് ഞാനിപ്പോ ആഫ്റ്റർ സ്പെൻഡിങ് ഓൾമോസ്റ്റ് 3 years ഞാൻ മനസ്സിലാക്കുന്നത് ഉം, സോഷ്യൽ കണക്ഷൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ അതെ. അതില്ലാതെ അതെനിക്കറിയില്ല എന്നെ എത്രത്തോളം സൈക്കോളജിക്കലി എഫക്ട് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പൊ ക്ലിയർലി വിസിബിളി അത് എഫക്ട് ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഉം, ഞാൻ ഇപ്പോ അതിനായിട്ട് തന്നെ ആൾക്കാരെ മീറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന പോലെയോ ഇത് ഉം, ഇറ്റ്സ് ബെറ്റർ ആണ്. പക്ഷെ ആ ഡെയിലി ആ ഒരു ഉം, ഡ്രസ്സപ്പ് ചെയ്ത് ഞാനിപ്പോ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ തന്നെയും രാവിലെ കുളിച്ച് പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യും. ഞാൻ പ്രോപ്പർ വർക്ക് വെയർ ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ റൂമിലേക്ക് കിടക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഉം, ഇത് അപ്പാർട്ട്മെന്റിലേക്ക് വരും, ഡ്രൈവ് ചെയ്ത് വരും. 1.5 kilometer ഉള്ളൂ. ഇവിടെ ഇരുന്ന് വർക്ക് ഉം, ചെയ്യും. പക്ഷെ അഗൈൻ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഉം, മറ്റു റൂമിൽ നിന്ന് വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടാവും, താഴെ പാരന്റ്സ് ഉണ്ടാവും. ഉം, ഉം, അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോ അതും ഇല്ല. അപ്പൊ ഞാൻ ഓർത്ത് ഉം, നോക്കിയ തൃശ്ശൂരിൽ കുറച്ച് ഇപ്പൊ പതുക്കെ കോവർക്കിംഗ് സ്പേസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഉം. പ്രോപ്പർലി ഡിസൈൻഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുള്ള കോവർക്കിംഗ് സ്പേസിൽ പോയി വർക്ക് ചെയ്താലോ ആ ഹ്യൂമൻ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ അതെ വേണ്ടിയിട്ട് അതെ അതെ അതെ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഞാനൊരു ഉം. അഹങ്കാരിയായിരുന്നു, എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എല്ലാം ചെയ്യാം, കാട്ടിൽ പോയിരുന്നാലും വർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ആ കോവിഡ് തേച്ച് മാറ്റി കളഞ്ഞു. കോവിഡ് പോയി. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഞങ്ങളുടെ ടീം ഫുൾ ടൈം ഇപ്പോൾ ഉം. ഞങ്ങള് മെയിൻ കോൾ എന്ന് പറയുന്നത് 2 ദിവസമാണ്. ഒന്ന് ഫ്രൈഡേ ഞങ്ങളുടെ എല്ലാ ഫുൾ ഈവൻ US-ലുള്ള ആൾക്കാരും ചേർന്നിട്ടുള്ളൊരു കോളുണ്ട്. പിന്നെ വെൻസ്ഡേ ഞങ്ങൾക്കൊരു ഡെവലപ്പർ മീറ്റിംഗ് ഉണ്ട്. ഉം. ഇത് രണ്ടും അല്ലാതെ തന്നെ ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങളിപ്പോൾ ചാറ്റ് ചെയ്തിട്ട് നമുക്കൊരു സാധനം പറയാൻ പറ്റുന്നില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു ഗൂഗിൾ മീറ്റ് പോയിട്ട് ആണ് സംസാരിക്കും. സോ ആ ഒരു സംസാരം അല്ലെങ്കിൽ ആൾക്കാരായിട്ടുള്ള സംസാരം കാണൽ എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നുണ്ട്. നടക്കുന്നു, നടക്കുന്നു. ഓക്കെ. പിന്നെ പണ്ടത് ഞാൻ അപ്പം താൻ പറഞ്ഞത് കറക്റ്റാണ്. അത് എല്ലാത്തിനും അതിൻ്റേതായ 2 വശങ്ങളുണ്ട്. ഉം. ഓക്കെ. അതായത് നമ്മൾ 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോയി പിന്നെ അവിടെ ചെന്ന് പിന്നെ ഒരു ചായ കുടിച്ച് പിന്നെ നമുക്ക് ഒന്ന് സെറ്റായി നമ്മളൊന്ന് മൗസ് കയ്യിലേക്ക് എടുക്കുമ്പോഴേക്കും ഊണയ്ക്കാനുള്ള സമയമാവും. പിന്നെ നമ്മൾ ഊണൊക്കെ ഒന്ന് കഴിച്ച് ഒരു ഓക്കെ. സിഗരറ്റൊക്കെ വലിച്ച് ഉം. പിന്നെ വന്ന് ഒരു ക്യാരം ഒരു ഗെയിമൊക്കെ കളിച്ച് അങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കും പിന്നെ ഉം. നമ്മളൊന്ന് മൗസം ഒന്ന് അങ്ങോട്ട് തൊടുമ്പോഴേക്കും ചായയുടെ ടൈമാവും അല്ലേ. പിന്നെ ചായ കഴിഞ്ഞിട്ടാണ് നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് ടോണി പറയണ മാതിരി ദോ കല്ല് ചൂടാവുക വൈകുന്നേരം 4 മണിക്കാണ്. പിന്നെയാണ് ദോശ ചുടാൻ ചുടല്. തുടങ്ങുക. ആ. അപ്പൊ അതുകൊണ്ടാണ് ലേറ്റ് ആവണത്. കാരണം ഉം. അതുവരയ്ക്കും ഊണ് കഴിക്കലും ചായ കുടിക്കലും സിഗരറ്റ് വലിക്കലുമാണ്. ഉം. അപ്പൊ അതൊക്കെ നമ്മളെ ഇവിടെ പിന്നെ പിന്നെ അതുപോലെ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അപ്പോഴും ആരെങ്കിലും ഒരാൾ വന്നിട്ട് അതാ മറ്റു സാധനം എന്തായി അപ്പോൾ നമ്മുടെ ആ ഫ്ലോ പോയി. അതെ, അതെ. ഓക്കെ. അപ്പം അതൊന്നും ഇതിൽ വരുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നമുക്കൊരു നല്ല ടീമും ഫുൾ ടൈമും നമ്മൾ ഉം. ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു ടീമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ല, പക്ഷെ ഡെഫിനറ്റ്ലി എനിക്കതുണ്ട്. നമ്മൾ ഞാനിപ്പോ ഒരു ഫ്രാക്ഷണൽ ഡിസൈനർ പോലെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മൂന്ന് കമ്പനീസിനെ ചെയ്യുന്നു. അപ്പൊ രാവിലെ മുതലേ മീറ്റിംഗ്സ് ഉണ്ട്. മീറ്റിംഗ്സ് ഒരു മിനിമം 5 മീറ്റിംഗ്സ് എങ്കിലും ഉണ്ടാവും. പക്ഷെ അതും സഫീഷ്യന്റ് അല്ലാന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. പേഴ്സൺ ടു പേഴ്സൺ പേഴ്സൺ ടു പേഴ്സൺ ഇൻ വേണം. ഓഫീസ് അത് വേണം. കോൺവെർസേഷനോ ഉം. അത് മിസ് ഔട്ട് ആവുന്നു. ആ ആ, ഇപ്പൊ താനിപ്പോ ഇതിന് പോവാണെങ്കിലേ ഉം. എന്താ പറയാ ഈ കോവർക്കിംഗ് സ്പേസിന് പോവാണെങ്കിൽ എല്ലാ ദിവസവും പോയാലും തനിക്ക് ഈ പ്രശ്നം വരും.
ആ അല്ല എല്ലാ ദിവസം പോകണമെന്നില്ല ആ എനിക്ക്. ആ. ആ എല്ലാ ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ അതാകും പിന്നെ പുതിയ പ്രശ്നം സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ. എല്ലാത്തിനും അതിൻ്റെതായ അതെ അതെ, എനിക്കൊന്ന് ഹൈബ്രിഡ് ആണ് കുറച്ചും കൂടെ ബെറ്റർ. 3 ഡേയ്സ് ഇൻ ഉം, ഓഫീസ്, 2 ഡേയ്സ് വർക്ക് ഫ്രം ഹോമോ അതെ അങ്ങനെ അതെ എന്തെങ്കിലും അതെ അതെ ചെയ്യുന്നതായിരിക്കും അതെ എനിക്ക് അത് തോന്നുന്നത് കറക്റ്റ്. ബെറ്റർ ആയിരിക്കും. ഉം, അല്ല ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ഇപ്പോൾ എൻ്റെ ബോസിനെ അറിയാലോ ടി സി എസിലായിരുന്നു അശോക്. അശോകിന്റെ ടീമിൽ 2012 ജോയിൻ ചെയ്തപ്പോഴേ അന്ന് മുതലേ വർക്ക് ഫ്രം ഹോം ഉണ്ട്. ഞങ്ങള് ഒരു ടിപ്പിക്കൽ ഓ ടി സി എസ് പോലെ ആയിരുന്നില്ല വർക്ക് ചെയ്തിരുന്നത്. ഓ ഞാൻ ശരി. ടീമിൽ ജോയിൻ ചെയ്തതിന് അശോകിനെ കാണുന്നത് 2 മന്ത്സിന് ശേഷമാണ്. അശോക് വിൽ ബി ട്രാവലിംഗ് ഓൾ ദ ടൈം. പിന്നെ ഉം, ടീംമേറ്റ്സ് തന്നെ എപ്പോഴും. പക്ഷെ ഞാൻ ഡിസൈൻ ടീമിൽ എല്ലാവരും ഇൻ പേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. IIT ഉം, റിസർച്ച് പാർക്ക് IIT ചെന്നൈയിലായിരുന്നു. അപ്പോ അന്ന് മുതലേ ഉണ്ട്. പക്ഷെ ഉം, ഇങ്ങനെ ഹൈബ്രിഡ് മോഡായിരുന്നു വർക്ക് ഉം, ഫ്രം ഹോം. പക്ഷെ അന്നൊക്കെ നമ്മൾ എന്തായാലും വണ്ടിയൊക്കെ എടുത്ത് ഓഫീസിൽ പോകും. ഉം, IIT ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് അവിടെ ഇങ്ങനെ കറങ്ങും. അങ്ങനെ അങ്ങനെ എനിക്ക് ഓഫീസാണ് ഇഷ്ടം എന്ന് ഇപ്പൊ മനസ്സിലായി. പക്ഷെ ഉം. ഹൈബ്രിഡ് വർക്ക്സ്, അത് ഹൈബ്രിഡ് വർക്ക്സ് അപ്പൊ നമുക്ക് നല്ല ഇത് വേണം, വർക്ക് ഔട്ട്പുട്ട് വേണം, പ്രൊഡക്ടിവിറ്റി ഉം. ബെറ്റർ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വർക്ക് ഫ്രം ഹോം ഒരു ദിവസം വർക്ക് ചെയ്യുന്നു. അതാണ് ഇപ്പൊ Then, നമ്മള് പച്ച മലയാളത്തിൽ പറഞ്ഞാല് ഏഹ്, ഇക്കരെ നിൽക്കുമ്പോ ആക്കരെ പച്ച അത്രയും അതാണ്. അത്രയും. ഒന്ന് 100% ഓക്കെ. നമുക്ക് പെർഫെക്റ്റ് അല്ല. ഓക്കെ. അതിന്റെ എന്തോ വീഡിയോയിൽ എന്തോ ചേഞ്ച് വന്നൂലോ. എന്റെ കറണ്ട് പോയെന്ന് തോന്നുന്നു, അതാ. അതെ. കറണ്ട് ഓക്കെ പോയതാ, ഓക്കെ. കറണ്ട് പോയതാ. അല്ല ഇപ്പൊ ബെറ്റർ ആയി അതാ ഞാൻ പറയണത്. ആണോ? ഓക്കെ. ആ ഞാൻ എൻ്റെ ലൈറ്റ് പോയതാ. എൻ്റെ ഇത് ഞാൻ ഡൈനിങ് റൂമിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഡൈനിങ് റൂമിൽ എല്ലാ ഒരു 15 ലൈറ്റ് ഉണ്ട്, അത് മൊത്തം ഇട്ടിരിക്കുകയായിരുന്നു. ഓ ഓ, ഓ, ഓ. ഇപ്പൊ ഒരു അപ്പൊ ഒരു 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 അപ്പൊ ഇവിടെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഇവിടെ ഉണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ ക്യാമറ ആ കാണിച്ചത് ആ. ഇമേജ് ഗാലറിയിൽ മാത്രമേ ഉള്ളൂ ലൈറ്റ്. ഇപ്പൊ ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഓ ആക്ച്വലി അത് ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ആ ആ. അപ്പൊ ഇത് നല്ല ലൈറ്റ് ആണ് പിന്നെ മനസ്സിലായില്ലേ? ഉം, അതെ അതെ. അത് നമ്മളെ ഓരോ അബദ്ധത്തിൽ നിന്നാണ് ആൾക്കാർ ഈ പല പുതിയ കാര്യങ്ങളും സംഭവങ്ങൾ പറ്റും. കണ്ടുപിടിക്കുന്നത്. അത് അതെ. ഓക്കെ. പിന്നെ എന്ത് പറയണു? പിന്നെ സെന്റർ സ്റ്റേജ് ഇപ്പോൾ ഓൺ ആയെന്ന് തോന്നുന്നു. സെന്റർ സ്റ്റേജിൽ ഇപ്പൊ എന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ മൂവ് ചെയ്തപ്പോൾ ട്രാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഓക്കെ. ആ, ഓക്കെ. അതെ ഓക്കെ ഓക്കെ. ഉം. ഞാനത് ആ, ഓഫ് ചെയ്തിട്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഉം. ഞാൻ അത് ഓണാണ്, എൻ്റെ ഓണാണല്ലോ. ഓക്കെ എനിവേ. ഓക്കെ. ഉം. പിന്നെ 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 എന്തൊക്കെയാ വിശേഷങ്ങൾ പിന്നെ പറയൂ. പിന്നെ വിശേഷങ്ങൾ, ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാൻ പോവാണ് 11:30ക്ക്. അതെന്ന് വെച്ചാൽ റൗണ്ട് അറിയോ തൃശ്ശൂരിലുള്ള? റൗണ്ട് ആ നമ്മൾ പോയിട്ടില്ല. അതൊരു നല്ല ആ റൗണ്ട് റൗണ്ട് മനസ്സിലായി മനസ്സിലായി. ഞാനൊന്ന് 4 റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഗസ് ചെയ്യട്ടെ. കട്ടൻസ്. ഞാൻ ഗസ് ചെയ്യട്ടെ. ആ. ഉം. ഗസ് ചെയ്യട്ടെ. ആ എന്തോ ഒരു സിനിമ എന്തോ സംഭവം അങ്ങനത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണോ? അതെ അതെ, ജോസേട്ടൻ സിനിമ കമ്പനി. ആ അതിന്റെ ആ ലൊക്കേഷൻ പറയാനാണ് ഞാൻ റൗണ്ട് പറഞ്ഞത്. റൗണ്ടാണ് കുറച്ചും കൂടെ ഫേമസ് എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ. ആ റൗണ്ടാണ്. ശരി. ഞാൻ റൗണ്ട്. റൗണ്ട് എന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ തൃശ്ശൂർ അല്ലല്ല. റൗണ്ടാന്ന് വിചാരിച്ചത്. അല്ല അല്ല ആ അല്ല, റൗണ്ട് തന്നെ. റൗണ്ട് ഗ്ലോബൽ ഡൈനർ ആ അതിന്റെ അതാണ്. ഓപ്പോസിറ്റില്, അതിന്റെ ഓപ്പോസിറ്റില്. അതിന്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് വരും. ആ ആ ആ. ആ. ഉം. റൗണ്ടിനകത്താണെങ്കിൽ ഒരു 4 റെസ്റ്റോറന്റ് ഉണ്ട്. ആ ഒരു ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സ്പെഷ്യാലിറ്റി റെസ്റ്റോറന്റ്, പിന്നെ സുൽത്താൻ ആ. സ്റ്റേബിൾ നോർത്ത് ഇന്ത്യൻ, പിന്നെ പിന്നെ കട്ടൻസ് ചായ സ്നാക്സ് മാത്രമുള്ളത്. അങ്ങനെ ഒരു 4 ഉണ്ട്. ഓ അപ്പോ പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് ജോസേട്ടൻ സിനിമ കമ്പനി എന്താണെന്നറിയില്ല, ഇന്റീരിയേഴ്സിലൊക്കെ ഫുള്ള് സിനിമ, മലയാള സിനിമ. ആ സിനിമ ആ വെച്ചിട്ടുള്ള ഒരു ഇന്റീരിയർ തീമാണ്. അപ്പൊ ആ കുറച്ചുപേർ ഞാനൊരു കുറച്ചുപേര് വീഡിയോ നല്ല കണ്ടു റിവ്യൂ പറഞ്ഞു, ഒരാളുടെ. നല്ല റിവ്യൂ പറഞ്ഞു. അപ്പൊ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ ആ വേണ്ടിട്ട്. അല്ല അവിടെ ഈ മന്തിയും കാര്യങ്ങളൊക്കെ ആണെന്നാണ്. അയ്യോ, മന്തി ആണോ? ആ, മന്തി അറിയില്ല. ആ, അതെ. ആ. ആ, എനിക്ക് മന്തിയുടെ ഫാൻ അല്ല അല്ല ഞാൻ. പോയി നോക്കി നോക്കൂ, ആ, പോയി നോക്കി നോക്കൂ. എന്നാലും പിന്നെ അടുത്ത പ്രാവശ്യം റിവ്യൂ പറയാലോ. അതെ അതെ അതെ. ആ. ആ, പിന്നെ വേറെ അപ്പോ 2-3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു റോസ് ടൗൺ എന്ന് ഉം. പറഞ്ഞിട്ടൊരു ടർക്കിഷ് റെസ്റ്റോറന്റ്. ഓ അത് വേഴ്സസ് ഇത്. പക്ഷെ ടർക്കിഷ് റെസ്റ്റോറന്റ് ആകുമ്പോൾ പാരന്റ്സിനും കുറച്ച് ഒരു ഫാമിലി ഗെറ്റ് ടുഗതറാണ്. അപ്പൊ ഞങ്ങൾ ഒരു 10-15 പേരുണ്ടാവും. അപ്പൊ ഓ സീനിയേഴ്സിനൊന്നും അത് ചിലപ്പോ ശരി. ടർക്കിഷ് സ്റ്റൈല് പിടിക്കില്ലായിരിക്കും. അത് ശരി ശരി. പിന്നെ തൃശ്ശൂർ നമ്മൾ ഇഷ്ടം പോലെ പണ്ട് പുതിയ 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 റെസ്റ്റോറന്റുകൾ വരുന്നുണ്ട്. നമ്മൾ പണ്ട് ഉം. തൃശ്ശൂർ വരുമ്പോഴേ എപ്പോഴാണ് വരിക വെച്ചാൽ വണ്ടി സർവീസ് ചെയ്യാൻ, ബൈക്ക് സർവീസ് ചെയ്യാനാണ് തൃശ്ശൂർ വരിക. ആ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന്. കാരണം നമ്മൾ അവിടുന്ന് തൃശ്ശൂർക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അതെ. അപ്പോൾ ഒരു സിനിമ എന്തായാലും കാണണം. കാണാം. കാരണം ബസ് കൂലി അല്ലെങ്കിൽ ഇത് ചെലവ്, വണ്ടി ചെലവ് മുതലാവണമെങ്കിൽ ഒരു സിനിമ കാണണം. ഓക്കെ. പിന്നെ അതായത് ലേശം കാശുണ്ടെങ്കിൽ മിങ് പാലസ്
ഉം. അതുകൊണ്ട് അതെ അതെ പാലസോട് പത്തൻസിന്റെ മുകളിൽ ആണ് പത്തൻസിന്റെ മുകളിൽ ആയിട്ടുള്ളത്. യെസ് യെസ് അവിടെ പോയിട്ടുണ്ട് ഞാൻ guys. ഏറ്റവും പഴയ അതെ ചൈനീസ് സോ കോൾ റെസ്റ്റോറൻറ്റ്. ചൈനീസ് അല്ലേ? ആ ആ അത് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഉം. പിന്നെ പിന്നെ ഒരു ദേവി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതെവിടെയാ? അത് റൗണ്ടിൽ തന്നെ. ആ ആ, അവിടെ നല്ല നല്ല ഈ ഒരു പ്രത്യേക തരം ബീഫ് ഉണ്ട് അവിടെ. അത് നമ്മുടെ സാധാരണ നമ്മുടെ അലങ്കാറിലെ ഇവിടുത്തെ ബീഫ് ബീഫ് പോലെയല്ല. അല്ല. ആ അവിടെ ഒരു ബീഫ് ചില്ലി എന്നിട്ടായിരുന്നു. ചില്ലി ബീഫ് ബീഫ് ചില്ലി അത് രണ്ട് ഡിഷാണ്. ആ പക്ഷെ അവിടുത്തെ ഒരു ചില്ലി ബീഫിന് ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉം. ദേവി എന്ന് പറഞ്ഞിട്ട്. അതെവിടെയാ റൗണ്ടില് പിന്നെ ഇത് എവിടെയായിട്ട് വരും? ഇത് തന്നെ നമ്മുടെ ഈ രാഗമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കുറുപ്പം ആണ്. റോഡ് തുടങ്ങുന്നതിനൊക്കെ മുമ്പ്. കുറുപ്പനോടിൻ്റെ ഒക്കെ അവിടെ തന്നെയാണ്. എനിക്കിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഈ ലൊക്കേഷനേ ഉം. അത്രയും ഇപ്പോൾ കുറച്ച് കാലമായി ഞാൻ ആ വഴിക്ക് വന്ന് അത് മീൻസ് അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അതുകൊണ്ട് ഞാൻ ഉം. മറന്നുപോയി. അവിടെ തന്നെ ആ ഒരു ടേണിലാണ് ഓക്കെ. സംഭവം. അതായത് രാഗം കഴിഞ്ഞിട്ട് എന്നാണ് എൻ്റെ ഓർമ്മ. രാഗം ഉം. കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ആയിരുന്നു. ഉം. ഓക്കെ. ആ, പിന്നെ പിന്നെ ഇതില്ലേ, ആ, നിങ്ങൾക്ക് ഇഷ്ടം പറഞ്ഞിടെ എലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ലൈറ്റ് എലൈറ്റ് ഹോട്ടല്. റോഡിന്റെ എലൈറ്റ് ഹോട്ടല് താഴെ. താഴെ ആ താഴെ അത് നല്ല നല്ല ഫുഡാണ്. ഞാൻ പോയിട്ടുണ്ട്. എന്റെ പാരന്റ്സ് ഒരു ആ പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. അവിടുത്തെ ആ കാപ്പിയുടെ ടേസ്റ്റ് പണ്ടത്തൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് ആക്ച്വലി ആ ബാറാണ്. അല്ല, അത് ബാറ് ബാറും ഉണ്ട് റെസ്റ്റോറൻറ്റും ഉണ്ട്. ആണോ അല്ലേ? രണ്ടും ഉണ്ട്. ആ ആ അത് അതായത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡ്. എലൈറ്റിൽ ബാറാണ്. അതെ. ലെഫ്റ്റ് സൈഡിൽ അത് ഉള്ളിൽ കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ ഓ പണ്ട് പോയി കഴിഞ്ഞാൽ എലൈറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുക. ഓക്കെ. അതെ. അതിനു മുമ്പത്തെ ഒരു സ്ഥലമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഉം. പക്ഷേ ഇത് അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡാണ്. ഈ പ്രത്യേകിച്ച് പൊറോട്ട ബീഫ് ഇല്ല ഒന്നും കേട്ടോ അവിടെ. ബീഫല്ല, അവിടുത്തെ ബീഫ് ഇല്ല പോർക്കാണ് ഒന്നുണ്ട്. ഫേമസ്. ചില്ലി പോർക്ക് അതെ. ഭയങ്കര ഫേമസ് ആണ്. എന്റെ അളിയൻ ആ പറഞ്ഞിരുന്നു. ഞാനപ്പോ അവിടെ ചില്ലി പോകും. ചിക്കനും അവിടെ ഒരു ചില്ലി ചിക്കൻ ഉണ്ട്. ചില്ലി ചിക്കൻ ഉണ്ട് അല്ലേ? അത് അതൊരു നല്ലൊരു സംഭവമാണ്. ഉം. പിന്നെ അവസാനം അവരുടെ ഇതുണ്ട്, എന്താ പറയുക, കാരമൽ കസ്റ്റർഡ്. ഉം. അതും നല്ലതാ. ഓക്കെ. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ആ ഈ ഡിഷ് വാഷർ യൂസ് ചെയ്ത് കണ്ടിരിക്കുന്നത്. അതായത് ആ അവരുടെ പ്ലേറ്റ് വരുമ്പോൾ ചൂടുണ്ടാവും. ചൂടുണ്ടോ? ഓ ആ അത് ഞാൻ ഇന്ന് വരെ വേറെ എവിടെയും അന്നത്തെ കാലത്ത് പറഞ്ഞു, ഞാൻ ആ ചെറുപ്പത്തിലെ കാര്യമേ പറയണം കേട്ടോ. ആ. അപ്പം നമ്മൾ അത് അയാൾ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും. അപ്പം നമ്മളിങ്ങനെ പ്ലേറ്റ് ഒക്കെ തൊടുമ്പോൾ നല്ല ചൂട്. ചൂട്. പണ്ടൊക്കെ ആണെങ്കിൽ വേറെ വല്ലയിടത്തൊക്കെ ആണെങ്കിൽ ആകെ വെള്ളക്കളിയായിട്ട് ഇങ്ങനെ ആ തുടച്ചിട്ട് ഇങ്ങോട്ട് കുറച്ച് തരില്ല ശരിയാ. ചെയ്യുക. ഇതൊക്കെ എന്ന് വെച്ചാൽ ആ ഒരു ചൂട്. ഒരു ഒരു ഇതുണ്ടായിരുന്നു. അതെ. അപ്പോഴാണ് എൻ്റെ ഏട്ടൻ എനിക്ക് പറഞ്ഞു തന്നത് ഇത് ഡിഷ് വാഷർ യൂസ് ചെയ്തിട്ട്. അന്നത്തെ കാലത്തെ പറയണത് അന്നത്തെ ഞാനൊക്കെ കാലത്ത്. ചെറിയ കുട്ടിയാകുമ്പോൾ ഉം. ഇത് ഡിഷ് വാഷറിൽ വെച്ചിട്ട് അവർ ഇത് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് എന്നൊക്കെ പറഞ്ഞു. അത് നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു. പിന്നെ ഉം. അച്ഛന് ഇഷ്ടം ജസ്റ്റ് ചോറും മീൻകറിയാണ്. തീർന്നു. അപ്പം അതും അവിടെ നിന്ന് തന്നെ ഇതുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഒരു സ്ഥലമുണ്ട്. ആ ആ സ്ഥലം ഞാൻ ഇപ്പോഴും പോയി അതൊരു ഇപ്പോൾ ഒരു സുഖമില്ലാത്ത സ്ഥലമായി ഉം. മാറിയത്. അത് എവിടെയാ വെച്ചാൽ നമ്മുടെ ചെമ്മണ്ണൂർ അതായത് ഒറിജിനൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്. ഓക്കെ. അതായത് ഈ മുനിസിപ്പൽ റോഡിൽ തന്നെ റോഡ് തുടങ്ങുന്നത്. അതെ അതെ അതെ. അറിയാം. തുടങ്ങുമ്പോൾ ഈ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ലെഫ്റ്റിലാണ് വരിക. ആ അത് ഇന്ത്യൻ കോഫി ഹൗസിനൊക്കെ അടുത്താണോ? അതോ അത് കഴിഞ്ഞ്? ഇന്ത്യൻ കോഫി ഹൗസ് എവിടെയെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ ജോസ് നമ്മൾ ഫിലിപ്പ്. റൗണ്ടിൽ വരുമ്പോൾ ആ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. അതെ അതെ. അതായത് നമ്മുടെ മുനിസിപ്പൽ ഉം. ഓഫീസിലേക്ക് പോണ റോഡ്. അതെ. ഓക്കെ. അത് തിരിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ലെഫ്റ്റ് സൈഡിലാണ് ചെമ്മണ്ണൂർ ചെമ്മണ്ണൂർ. ജ്വല്ലേഴ്സ് വരിക. അതെ അതെ. അതിൻ്റെ ഓപ്പോസിറ്റിൽ ആ ഒരു ഉള്ളിലേക്കൊരു വഴിയുണ്ട്. കസീനോ എന്നായിരുന്നു അതിൻ്റെ പേര്. ആ നമ്മുടെ മറ്റേതല്ല, ശക്തന്റെ അടുത്തുള്ള കസീനോ ഹോട്ടലല്ല കസിനല്ല. പറയുന്നത്. അല്ല അല്ല, മനസ്സിലായി ആ, മനസ്സിലായി. ഇത് കസീനോ എന്നായിരുന്നു ആ അതിന്റെ പേര്. ആ അപ്പൊ വേണമെങ്കിൽ ഈ തൃശ്ശൂർ ഇടയ്ക്കുള്ള വഴി എന്ന് പറയുന്നത് എംഒ മുനിസിപ്പൽ ഓഫീസ് റോഡിന് ഓപ്പോസിറ്റ് അവിടേക്ക് ആണോ? അല്ല. അവിടേക്കൊന്നും ആ എത്തണ്ട. റോഡ് അവിടെ എത്തണ്ട. നമ്മൾ ഈ റൗണ്ടിൽ നിന്ന് ഈ റോഡിലേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ ഒന്നുകൂടെ മുമ്പിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡിൽ ഒരു ആലുക്കാസ് ഫാബ്രിക്സോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്. ഉണ്ട് 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 ഉണ്ട്. ആ ഓക്കെ. അതിങ്ങോട്ട് കഴിഞ്ഞതും ഉള്ളിക്കൊരു ഇടവഴിയുണ്ട്. ആ അറിയാം അറിയാം ഒരു അറിയാം. ഇടവഴിയാണ്. അത് നടന്നിട്ട് പോകാൻ പറ്റില്ല. അവിടെ ശ്രീ രാധാകൃഷ്ണ കോഫി ക്ലബ് അറിയോ? ഇല്ല. എനിക്ക് അതൊരു പ്യുവർ അറിയില്ല. വെജ് റെസ്റ്റോറന്റ് ആണ്. ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന
ലെഫ്റ്റിലേക്ക് അപ്പൊ ഒരു ഈ വഴി. ഈ ഇടവഴിയിലേക്കാണ് കയറുക. ഈ ഇടവഴിയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഉണ്ട് പക്ഷെ ഉണ്ട് ഉണ്ട്. ഇപ്പോൾ അത് മാറിക്കഴിഞ്ഞ് കംപ്ലീറ്റ് വേറെ സാധനം. ആ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതായത് അന്നത്തെ ഭാഷ വെച്ച് പറയുമ്പോൾ കാസിനോ ഹോട്ടൽ. ഓക്കെ. കാസിനോ. അപ്പോൾ നമ്മൾ കാസിനോ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത അവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ്. ഉം. കാസിനോ ഹോട്ടൽ ചിക്കൻ ബിരിയാണിയാണ് അന്നത്തെ എന്താ പറയുക ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഉം. പിന്നെ അതുമല്ല, അവരുടെ ഉള്ളിൽ കയറി ചെന്ന ഒരു സാധാ സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ ഇല്ലേ, അലങ്കാറിലൊക്കെ ഇല്ലേ, ചെന്ന് കയറിയാൽ നമ്മൾ നോൺ എ സി ഉം. ഉള്ള ഇതുണ്ട്. പിന്നെ എ സി എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. അതിൻ്റെ ഉം. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഡിം ലൈറ്റും ഡിം ലൈറ്റ്. പിന്നെ മറ്റേ ഒരു അക്വേറിയവും ഒക്കെ ഉം. ഉണ്ടാവും. അതൊരു ഒരു ഒരു വൈബ്, അന്നത്തെ ഒരു വൈബ്. അത് വൈബ്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇരുന്നിട്ട് പിന്നെ അവിടെ ഈ ചിക്കൻ ബിരിയാണി വരുന്നു, എന്നിട്ട് അത് കഴിക്കുക. അതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മയും ഭയങ്കര നൊസ്റ്റാൾജിയയും ഉണ്ടാക്കുന്ന സംഭവമാണ്. ഉം. അവിടെ നിന്നാണ് ചിക്കൻ ബിരിയാണിയിൽ മുട്ട കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിക്കൻ ബിരിയാണി ഇവന്മാർ മുട്ട തരുന്നില്ലല്ലോ, അതെന്താ അത്? അതുണ്ട്, സഫയറിലുണ്ട്. ഞാൻ ഇന്നലെ കഴിച്ചുള്ളൂ. ഇന്നലെ സഫയറിൽ ആ, ഫിഷ് ബിരിയാണി ആണെങ്കിൽ ഉണ്ടല്ലേ, ഇല്ലെന്ന് തോന്നുന്നു. ചിക്കൻ ബിരിയാണിയിലും മട്ടൺ ആ, ബിരിയാണിയിലൊക്കെ ഉണ്ട്, എഗ് ഉണ്ട്. ഉണ്ടോ? പക്ഷെ ജനറലി എല്ലാ ബിരിയാണികളിൽ നിന്നും എഗ് ഇല്ല അല്ലേ? വിട ആ, പറഞ്ഞു. യെസ്. എഗ്. ആ, അതൊരു ഭയങ്കര അത് മോശമായി പോയി. ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ ആദ്യം തന്നെ ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ ഉണ്ടാവും അറിയാം, എന്നാലും മുട്ടയ്ക്ക് വേണ്ടി ഉം. നമ്മളൊരു ഒരു പരതും അതെ അതെ ആദ്യം. അതെ 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 അതെ. അതില്ലാന്ന് അറിയുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ. നമ്മൾ ബാംഗ്ലൂർ ഒരു ഈ തലശ്ശേരി ബിരിയാണി ഉണ്ട്. ആ ഈ എല്ലാ ചെയിനാണ്, എല്ലായിടത്തും ഉണ്ട്. ആ അതിൽ ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്താ ഇത് ഈ മുട്ട ഞങ്ങളവിടെ ഒന്നും മുട്ട വെക്കാറില്ല. മുട്ട അപ്പൊ ഞാൻ വെക്കാറില്ല. പറഞ്ഞു, ഏയ്, അത് എനിക്കറിയില്ലല്ലോ, കാരണം എൻ്റെ ഓർമ്മയിൽ കേരളത്തിൽ ആ ചിക്കൻ ബിരിയാണിയിൽ മുട്ട മട്ടൺ അതെ ഉണ്ടാവാറുണ്ട്. ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ അവിടെ ഒന്നും ഇല്ല, നിങ്ങളുടെ അവിടെ എങ്ങനെ അറിയില്ല ഉം, എന്ന്. അപ്പൊ ഉം. ഇപ്പൊ ഇന്നാള് വിനീത് ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായിരുന്നു, അയാള് മുട്ട വെക്കാത്ത ബിരിയാണി കഴിക്കാറില്ല. തിരിച്ച് തിരിച്ച് പറഞ്ഞേക്കാം, മുട്ട മുട്ട പുഴുങ്ങിട്ടെടുത്തുണ്ട്. ആ, അപ്പൊ വിനീത് ശ്രീനിവാസൻ കണ്ണൂരിൽ നിന്നാണല്ലോ, അതെ. ആ. കാസർഗോഡ് സൈഡിൽ നിന്നാണല്ലോ. അപ്പൊ പിന്നെ അവൻ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അവിടുത്തെ ബിരിയാണിയിൽ മുട്ട ഇല്ല എന്ന് പറയണത് ചില നോണ നോണ അടിച്ചായിരിക്കും. ആ. അല്ല, അതിന് എനിവേ. ലോജിസ്റ്റിക്സ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു ബിരിയാണി സെന്റർ, എക്സാക്ട് പേര് എനിക്ക് ഓർമ്മയില്ല. ആൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ആൾ ഡെക്കാത്ലണിൽ വർക്ക് ചെയ്യായിരുന്നു, IT-ല് ഒരു 10 വർഷത്തോളം. അതിനുശേഷം ആൾക്ക് ഈ പാഷനൊക്കെ ബിരിയാണി, നല്ല ബിരിയാണി കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ബിരിയാണി സെന്ററിന്നോ ബിരിയാണി സ്റ്റോറിന്നോ അങ്ങനെ എന്താ പേര്, എറണാകുളം ബേസ്ഡ് ആണ്. അപ്പൊ അയാൾ പറയുന്നുണ്ട് ഈ മുട്ട കൊടുക്കാനായിട്ട് തന്നെ സമ്മറിലൊക്കെ മുട്ട സ്റ്റോർ ചെയ്യാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷനിൽ കുറെ മുട്ട പൊട്ടിപ്പോവും. അപ്പൊ അത് അവരുടെ പ്രോഫിറ്റ് മാർജിനൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഈ മുട്ട ബിരിയാണിയിൽ കൊടുക്കുന്ന ഒരു പരിപാടി. ഉം. എല്ലാ ഞാൻ ഉം. ഇന്നലെ ഞങ്ങളൊരു ബാറിൽ പോയി. ഉം. അപ്പോൾ അവിടെ ഒരു നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ജാം ഈ ആക്ച്വലി അവിടെ ജസ്റ്റ് നമുക്ക് വി ക്യാൻ ഹാവ് എ ഗുഡ് ടൈം. ഇപ്പോൾ ഫ്രണ്ട്സ് പോയിട്ട് ഉം. കുടിക്കാനൊക്കെ മാത്രമേ ഉള്ളൂ, കാര്യമായിട്ട് കഴിക്കാനൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല. ആ ജസ്റ്റ് അവിടെ പോവുക, കുറച്ച് ഡ്രിങ്ക്സ് വാങ്ങിക്കുക, ടേബിളും കാര്യങ്ങളൊന്നും ഇല്ല. വെറുതെ ഒരു ഓപ്പൺ സ്പേസ്. എന്താ പറയുക, ഈ വാളിനോട് അനുസരിച്ചിട്ട് ഒരു ബെഞ്ച് മാതിരി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഓക്കെ. ഇങ്ങനെ ചെറിയ ചെറിയ, അപ്പോൾ അവിടെ വേണേൽ ഗ്ലാസ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാതെ ഒരു മേശയും കസേര സെറ്റപ്പ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഒരു രസമാണ്. നമ്മളിപ്പോൾ ഓരോ നമുക്കൊരു കോർണറിൽ പോയിട്ട് 4-5 ആൾക്കാർ ഇരുന്നിട്ട് സംസാരിക്കാനും, കൂടുതലും പെൺകുട്ടികൾ, നല്ല ഒരു വൈബാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ അതായത് ഇതിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ഈ റെക്കോർഡുകളാണ് കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത്. പഴയ വൈനൽ ആ റെക്കോർഡ്സ് ആ ഇല്ലേ, അതാണ് എല്ലായിടത്തും ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മെനു ഉള്ളത് ഒരു CD കവറിൻ്റെ, ഉം. അതായത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറിൽ അതിൻ്റെ ഉള്ളിൽ CD ഉണ്ട് തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ. പക്ഷെ പുറത്ത് നമ്മൾ CD-യുടെ ലേബൽ ഉണ്ടാവാറില്ലേ, ഉം. അതായത് കവർ ആർട്ടും ഉം. പിന്നെ ട്രാക്സ് ഒക്കെ എഴുതിയിട്ടില്ല. അതിന് പകരം മെനു ഐറ്റംസ് ആണ്. അതായത് ഉം. ഒരു സൈഡിൽ ഡ്രിങ്ക്സും ഒരു സൈഡിൽ എന്തെങ്കിലും ഈറ്റബിൾ സ്നാക്സും. ഓക്കെ. അപ്പോൾ വൈഫ് പറയായിരുന്നു, ആം, ഇതൊക്കെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ CD കവറാണ്. പണ്ടത്തെ CD കവർ ഓർമ്മയില്ലേ? ഉം. പണ്ടത്തെ CD കവർ ഒരു ക്ലാസ്. പ്ലാസ്റ്റിക് ഇത് ആയിരുന്നു. അതെ അതെ അതെ. അതിൻ്റെ ഉള്ളിൽ അതെടുത്തിട്ട് പിന്നെ എല്ലാം പിന്നെ കവറായി, പിന്നെ പേപ്പറായി, പിന്നെ പേപ്പറായി. ഒന്നുമില്ല. ഒന്നുമില്ല. ബേസിക്കലി എന്താ വെച്ചാൽ എല്ലാം തുടങ്ങുമ്പോൾ നല്ലതായിരുന്നു, പിന്നെയൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് അതാ കമേഴ്ഷ്യൽ മോശമായി എല്ലാം കമേഴ്ഷ്യൽ കൂടെ. സൈഡ് വരുമ്പോ
പല സാധനങ്ങൾ വേണ്ടെന്ന് വെക്കും. അതെ. ഈവൻ നമ്മൾ മുട്ട എടുത്ത് ടേപ്പ്, മാറ്റും. ആ കസറ്റിന്റെ ഇതില് ആ ഇപ്പം പഴയ റഹ്മാന്റെയും അല്ലെങ്കിൽ അക്കേലിന്റെ ഒക്കെ ഇത് നോക്കുക വെച്ചാൽ ഉള്ളില് ഫുൾ ലിറിക്സ്, ലിറിക്സ് ഉണ്ടാവും. നല്ല നല്ല ഉം. ആർട്ട് വർക്ക് അതെ ഒക്കെ അതെ ഉണ്ടായിരുന്നു. പിന്നെ അതെ. ഒക്കെ പോയി, എല്ലാം പോയി അല്ലേ. ഉം. നമ്മുടെ പാക്കേജിംഗ് തന്നെ ഇപ്പൊ മൊബൈലിന്റെ പാക്കേജിങ്ങിൽ എന്തായിരുന്നു? ആപ്പിളിന്റെ സ്റ്റിക്കർ ഉണ്ടാവുമായിരുന്നു, ചാർജർ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ, ചാർജർ ഇല്ല, പിന്ന് വരെ എടുത്ത് കളഞ്ഞവര്. സിം ഇജക്ഷൻ അതെ പിന്ന് അതെ വരെ അവർ എടുത്ത് കളഞ്ഞു. അതെ. ബേസിക്കലി എല്ലാ ബിരിയാണിയും മുട്ട ഇല്ലാതെ ഇനിയിപ്പോ മുട്ട ചിക്കനും ഉണ്ടാവില്ല. ചിക്കൻ ഉണ്ടാവില്ല. ചിക്കന്റെ ചിക്കൻ ഫ്ലേവറിന്, വേറെ വാങ്ങേണ്ടി വരും. അതെ, വേറെ മേടിക്കേണ്ടി വരും. അതെ. ബ്രിങ് യുവർ ഓൺ ഡിവൈസ് അതെ പോലെ മേക്ക് യുവർ ഓൺ ബിരിയാണി. അതെ അതെ. ഓക്കെ. എല്ലാ ഇപ്പൊ നമ്മള് പണ്ട് പ്ലെയിനിലൊക്കെ പോകുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഇപ്പൊ ഇപ്പൊ നമ്മൾ ബസ്സിൽ പോണ പോലെ അതെ. ആയി മാറി. എയർ ഇന്ത്യ ഇപ്പോഴും ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. ആ, വേറെ ആരും സെർവ് ചെയ്യുന്നില്ല. സ്പൈസ് ജെറ്റ് ഇപ്പൊ ഫംഗ്ഷനിങ് ആണെന്ന് എനിക്കറിയില്ല, അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെ കാര്യം. ഉം. അവിടെ അതെ. സിഡ്നിയിലൊന്നും ഇല്ലല്ലേ, ലൈക് ഈവൻ ഡൊമസ്റ്റിക് ട്രാവലിൽ ഫുഡ് സെർവ് ചെയ്യും? ഫുഡ് ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു അത്ര ആരും കഴിക്കുന്നു ആരും ഇവിടെ കഴിക്കുന്നില്ല. അങ്ങനെ. മെയിനായിട്ട് എന്തെങ്കിലും വല്ല ഈ സ്നാക്സ് അങ്ങനെ സ്നാക്സ്. എന്തെങ്കിലും. അത്രേ ഉള്ളൂ. ഓക്കെ. അതിനുമായിട്ട് മെയിൻ ഈ ഒരു മണിക്കൂർ പ്ലെയിനിലൊക്കെ ആരും ഒന്ന് കഴിക്കുന്നു. അതെ കഴിക്കണം, അതെ, അതൊരു ഉം. കാര്യം. ഉം.